ജോയിന്റ് കൗൺസിൽ ചേർത്തല മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് പുനഃസ്ഥാപിക്കണമെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടഞ്ഞുവച്ചിരിക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അടിയന്തരമായി അനുവദിക്കണമെന്നും ശമ്പള പരിഷ്കരണത്തിനായി ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ ജോയിന്റ് കൗൺസിൽ ചേർത്തല മേഖലാ പ്രസിഡന്റ് സീമ ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് C സുരേഷ് സംഘടനാ റിപ്പോർട്ടും KG മനോജ് ഷെനായി പ്രവർത്തന റിപ്പോർട്ടും M ശ്രീകുമാർ കണക്കും അവതരിപ്പിച്ചു. M അനിൽകുമാർ, VD അബു, C പ്രസാദ്, V തങ്കച്ചൻ, KG ഐബോ, TM ഷിജിമോൻ, R രശ്മി എന്നിവർ സംസാരിച്ചു. ജീവനക്കാരുടെ ഇന്ന് അനുഭവിക്കുന്ന വേതനത്തെക്കുറിച്ചും വേതന നഷ്ടത്തെക്കുറിച്ചും കിട്ടാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചും കുടിശ്ശികയായ ക്ഷാമത്തെക്കുറിച്ചും പരിമിതപ്പെട്ട ന്യൂസെന്നതിനെക്കുറിച്ചും ആശങ്കയിലാക്കിയ വെടിസപ്പിന്റെ കൊടുംചതിയെക്കുറിച്ചുമെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആക്ഷേപങ്ങളും പരിഭവങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം വാക്കുകൾ കേൾക്കാനും അത്തരം ഇടങ്ങളിൽ സംഘടന എടുത്ത നിലപാടുകൾ കേൾക്കാനുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ പറയുന്ന നിരാശകളും എല്ലാം മാറ്റിവെച്ച് ആ പരിഭവങ്ങൾക്ക് കുറച്ച് അവധി കൊടുത്താൽ ഞാനും നിങ്ങൾ ഇരിക്കുന്ന ഇടം ഇത്രയെങ്കിലും സുരക്ഷിതമായി ഇരിക്കുന്നത് ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിലാണ് എന്നൊരു ബോധ്യമുണ്ടാകും. അപ്പൊ അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സിവിൽ സർവീസിന്റെ ഇടമായി ഇന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനം മാറുമ്പോൾ അത്തരം നടപടികൾക്ക് ശക്തി പകരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതോടൊപ്പം തന്നെ സിവിൽ സർവീസിനെ തകർക്കുന്ന ചങ്ങാത്ത മുതലാളിത്തത്തിന് വേണ്ടി തൊഴിലിടങ്ങളിലെ അശാന്തി പരത്തുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് അനുകൂലമായി നിലനിന്നിരുന്ന ചട്ടങ്ങളും നിയമങ്ങളുമെല്ലാം ഏകപക്ഷീയമായി ചർച്ച പോലും ഇല്ലാതെ പാർലമെന്റിന്റെ അകത്ത് കേവലം ഓർഡിനൻസുകളുമായി ചുട്ടെടുക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. അത്തരം ഓർമ്മകൾ ഉണ്ടായില്ല. കാരണം നമ്മളെല്ലാം വളരെ പെട്ടെന്ന് പല കാര്യങ്ങളും മറക്കുന്നവരാണ്. നമ്മൾ ഇന്നലകളെ മറക്കുന്നവരാണ്. ഇന്നലകളെ മറക്കുന്നത് നമുക്ക് എങ്ങനെയാണ് അതിനും അപ്പുറത്തുള്ള ഒരു കെട്ടകാലത്തിന്റെ അല്ലെങ്കിൽ നല്ല കാലത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുക?